നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ 5 പേർക്ക് മരണം. കാറിലുണ്ടായിരുന്ന 11 പേരിൽ 2 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ പുറത്തെടുത്തത് കാർ വെട്ടിപ്പൊളിച്ച്. മലപ്പുറം സ്വദേശി ദേവാനന്ദൻ, ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ്, കണ്ണൂർ സ്വദേശി മുഹി അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടത്തും. മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കി CPM. നിലവിൽ CPM മംഗലപുരം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. മധു പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് CPM. മധു BJP പ്രവർത്തനം പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുറത്താക്കൽ. ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളി തർക്കത്തിലെ കോടതിയലക്ഷ്യ അപ്പീലുകൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാന സർക്കാരും യാക്കോബായ സഭയും നൽകിയ അപ്പീലുകളിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. താൽക്കാലിക VCമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികളിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജികളിൽ ചാൻസലർ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ ഏക്നാഥ് ഷിൻഡെയും ഉണ്ടാകുമെന്ന് സൂചന. ഇന്നലെ BJP നേതാക്കളുമായി നടന്ന ചർച്ചയിൽ ധാരണയായി. വകുപ്പ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയാകാമെന്ന് BJP അറിയിച്ചു. BJP നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധമാകാമെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് സുപ്രീം കോടതി. പഞ്ചാബിലെ ഹരിയാന അതിർത്തിയിൽ നടക്കുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം. ഖനോരി അതിർത്തിയിൽ നിരാഹാര സമരം തുടങ്ങാനിരിക്കെ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ കഴിഞ്ഞ 26-ന് പോലീസ് ആശുപത്രിയിലാക്കിയതിനെതിരെ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ദല്ലേവാളിനെ പോലീസ് മോചിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ ബെഞ്ച് ഹർജി തള്ളി. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.